സഹിക്കുന്നില്ല. ടിവിയുടെ മുന്നേ ഇരുന്നിട്ട് എന്തുവാ ടി വി കാണുന്ന മുഴുവനും എന്തൊരു സങ്കടമാണ്. ടീച്ചർമാരെ ശരിയായ രീതിയിൽ പരിശീലിപ്പിക്കുക, രക്ഷിതാക്കളെ ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക, ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തുക. ഗൾഫിലൊക്കെ നടത്തുന്നവരാണ് ശിക്ഷ ഇവിടെ വരണം. താമരശ്ശേരിയിൽ ഷഹബാസിന്റെ തലയോടടിച്ചു തകർത്ത് ക്രൂരമായി കൊലപ്പെടുത്തിയ 5 വിദ്യാർത്ഥികൾക്ക് സുഗമമായി SLC പരീക്ഷ എഴുതാൻ സർക്കാരും പോലീസും സംരക്ഷണം കൊടുക്കുന്നു. എത്ര മനോഹരമായ ആചാരങ്ങൾ! ഈ ഒരു വിഷയത്തിൽ കേരളത്തിലെ പൊതുജനങ്ങൾ കക്ഷി രാഷ്ട്രീയവും മതവും ജാതിയും എല്ലാം വെടിഞ്ഞ് ഒറ്റക്കെട്ടായി സർക്കാരിനോട് ആവശ്യപ്പെട്ട ഒറ്റ കാര്യമേ ഉള്ളൂ: ഈ കൊലപാതകികൾക്ക് പരീക്ഷ എഴുതാൻ അവസരം കൊടുക്കരുത്. പൊതുജന വികാരങ്ങളെ മാനിച്ചില്ല, മറ്റൊന്നും മാനിക്കാതെ ഈ 5 പ്രതികൾക്ക് സുഗമമായി തന്നെ പരീക്ഷ എഴുതാൻ എല്ലാ സംരക്ഷണവും പോലീസ് കൊടുക്കുന്നു. ആദ്യം അവർ പഠിച്ച അതേ സ്കൂളിൽ പരീക്ഷ എഴുതാൻ തീരുമാനിക്കുന്നു. പക്ഷെ അവിടെ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടും മറ്റു കുട്ടികൾ കാണും എന്നുള്ളത് കൊണ്ടും മറ്റൊരു സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് ഇവരെ പരീക്ഷ എഴുതാൻ വിടുകയാണ്. കാരണം ഇവർ പരീക്ഷ എഴുതി ജയിച്ചിട്ട് വേണമല്ലോ നാളെ ഡോക്ടർ ആവാനും മന്ത്രി ആവാനും ഒക്കെ. എന്തായാലും ഇവിടെ പൊതുജനങ്ങളുടെ കടുത്ത രോഷം സർക്കാരിനെതിരെയും പോലീസിനെതിരെ ഉയരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസും MSF ഒക്കെ രാവിലെ മുതൽ ഈ ജുവനൽ ഹോം സ്കൂളിന് മുമ്പിൽ പ്രതിഷേധിക്കുന്നുണ്ട്. ഈ വിഷയം പറഞ്ഞ് അവിടെ പ്രതികരിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു വഴിയാത്രക്കാരിയായ അമ്മ ഇവിടെ വന്ന് പോലീസിനോട് പൊട്ടിത്തെറിക്കുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ കാണുന്നത്. ഇത് ശരിയല്ല ചെയ്തത്. എന്റെ കുഞ്ഞാമ്മയെ സഹിക്കുമോ? എന്റെ കുഞ്ഞാമ്മയെ സഹിക്കുമോ? എനിക്ക് താമരശ്ശേരി മാമിയാ ഞാൻ പോയത് താമരശ്ശേരി. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ നശിപ്പിച്ചിട്ടേ എന്ത് മര്യാദ കാണിച്ചിരിക്കുന്നേ? എന്ത് മര്യാദ? ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരിക്കലും ആ കുട്ടികളെ പരീക്ഷ എഴുതിക്കരുത്. ആ കുട്ടികളെ ശിക്ഷിക്കണം. മാതൃകാപരമായി ശിക്ഷ കൊടുത്തിരിക്കണം ആ കുട്ടികൾക്ക്. 15 ബാലനിയമങ്ങളെല്ലാം മാറ്റണം. ടീച്ചർമാർക്ക് നല്ല ഒന്നാമത് ചൂരവടി കൊടുക്കണം. ടീച്ചർമാരെ ഈ ചൂരവടി കാണണം. അല്ലാതെ ഈ ലോകം നന്നാകാൻ പോകുന്നില്ല. അതെ, എവിടുത്തെ ടീച്ചറായിരുന്നു ഞാൻ. അർഹതപ്പെട്ട കടി കൊടുത്ത് തന്നെ വളർത്തണം. രക്ഷിതാക്കൾക്ക് ശിക്ഷിക്കാൻ പറ്റത്തില്ല. രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ച് വളർത്തണം. രക്ഷിതാക്കൾ കുട്ടികളെ ശിക്ഷിച്ച് തന്നെ വളർത്തണം. സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങോട്ട് വന്നതാണ്. ഇത് ശരിയല്ലേ ചെയ്യുന്നത്? ആരെ പഠിച്ച് ജയിലാക്കിയിട്ടോ ചില ചെറുപ്പക്കാരുണ്ടാകും. ഞാൻ ഒരു രാഷ്ട്രീയത്തിലും കണ്ടുവരുത്തില്ല. ഒരു രാഷ്ട്രത്തിലും ഒരു മതത്തിലുമില്ല. ഇത് ശരിയല്ലേ ചെയ്യുന്നത്? അത്രയാണ് എനിക്ക് പറയാം. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. കണ്ണീരാണ് ആ കുട്ടി. എന്റെ കുട്ടിയാന്ന് കരയൂലേ? എന്റെ കുട്ടിയാന്ന് സമ്മതിക്കോ? അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാൻ വന്നത്. ഇത് ശരിയല്ലേ? ആ കുട്ടികൾക്ക് മാതൃകാപരമായി ശിക്ഷ കൊടുത്തിട്ട് ഈ കേരളം നന്നാകും. ശരിക്കും ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം. ഇനിയും ഇത്തരം വിഷയങ്ങൾ വേണ്ട രീതിയിൽ ഫലപ്രദമായി സർക്കാരും പോലീസും കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ ശിക്ഷ ഇവിടുത്തെ പൊതുജനങ്ങൾ നടപ്പിലാക്കുന്ന ഒരു കാലത്തേക്കാണ് നിങ്ങൾ നടന്നെടുക്കുന്നത്.